ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നല്ല റേറ്റിംഗ് കയറിയിട്ടുണ്ട്. 1870 അങ്ങനെ എന്തോ ആയ ഓർമ്മയില്ല, 70 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഒപ്പോണൻ്റ് വന്നു, പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. നോക്കാം ആരാണ് ഒപ്പോണൻ്റ് ഗൈസ്. 3173 എന്തോന്നടാ, എൻ്റെ 103 ഉണ്ടല്ലോ ഈ ടീം വെച്ചിട്ട്. അപ്പോൾ അവൻ്റെ ഏതായിരിക്കും? ഡെബ്രോയിനെ ഇട്ടിട്ടുണ്ട്, പിന്നെ ടെസ്റ്റഗൻ ഫുൾ ഫോം, ടെസ്റ്റഗൻ വിൽഷെയർ റീസ് ഫുൾ ഫോമാണ്. ഉയ്യോ, ഇതെന്തടാ കിട്ടുന്നൊക്കെ ഇങ്ങനെയാലും ഇപ്പോൾ ഓപ്പോണൻസൊക്കെ. മോനെ, ആ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു അവൻ്റെ. സൈഡിലാണെങ്കിൽ സോൺ ഹ്യൂമിനും ഉണ്ട്. ചാവും മിക്കവാറും. നമുക്ക് നോക്കാം ഗൈസ്. മുടി ഇപ്പോൾ കുളിച്ച് വന്നെയാണ്, അപ്പം മുടി ഭയങ്കര കോളായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടാവുമെന്ന് മൈൻഡ് ആക്കണ്ട. ഓക്കെ, ബാക്കിൽ എനിക്ക് സോങ് നല്ലോണം വളർത്തണം, മുടി സെറ്റാവും. നോക്കാം. അപ്പം നമ്മളെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഹിയർ വി ഗോ. റോഡ്രി ലെറ്റ്സ് കളി കളിക്കണം ഗൈസ്. നമ്മൾ സ്റ്റാൻഡേർഡിലാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ആ ഡിലേ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ അടുത്തായിട്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡേർഡിൽ ഇട്ടിട്ടാണ് കളിക്കുന്നത്. കിട്ടിയില്ല. അപ്പം ചിലപ്പം മാറും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് നോക്കാം. എന്തോ ഒരു ഡിലേ ഉണ്ട് ഗൈസ്. വൺ ടച്ച് ഇടാൻ പറ്റുന്നില്ല. അത് iPhone 11 ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാലപ്പഴക്കം വന്നില്ലേ, 2 years ആയി ഒന്നാമത്. ഒമ്പരത്തിന് 11 പഴയ സോഫ്റ്റ്വെയറാണ്, പഴയ ചിപ്പ് സെറ്റാണ്. എടാ പൊന്നോ, സീനാലോ. പിർലോ എടുത്ത് കോസ്റ്റ കൊടുത്ത ഒക്കെ പിസ. ഓ കേസാണല്ലേ, സോൺ ഹ്യൂമിനല്ല. സോൺ ഹ്യൂമിനെ കണ്ട പോലെയാണല്ലോ തോന്നിയത്, മാറിപ്പോയാണ് എനിക്ക്. ഓക്കെ റൂമി ലെറ്റ്സ് ഗോ. ലാം ആൻഡ് മെസ്സി. ഓക്കെ, റൂമി എടുത്തിട്ടുണ്ട്. ഡിലോ കുറച്ച് സ്പീഡ് വേണമായിരുന്നു ചെക്കന്. ഞാൻ സ്പെഷ്യലായിട്ട്, അതായത് സ്പെഷ്യലല്ല, എൻ്റെ ഇതിലാണ് എല്ലാ പ്ലേസിനും പ്രോഗ്രഷൻ പോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. ചിലതൊക്കെ കളിക്കുന്നില്ല, പക്ഷെ ചിലത് നല്ല കളിയാണ്. കുഴപ്പമില്ല. എൻ്റെ വിൽഷെയർ എന്തോ അത്യാവശ്യം നല്ല കളി കളിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആദ്യമൊക്കെ. ഇപ്പം ഞാൻ കുറേ ആയിട്ട് കളിപ്പിച്ചിട്ടൊന്നുമില്ല. മര്യാദയ്ക്ക് ഒരു കളി കിട്ടുന്നില്ല ഇപ്പോൾ, ആരെക്കൊണ്ടും കളിപ്പിക്കാനില്ല. റോഡ്രി, പിർലോ, അൻബാസ്റ്റൻ കേസ, ഗോൾ. അത് എൻ്റെ ഗോളി എന്തെന്നാ കാണിക്കുന്ന അവിടെ. അടുത്ത് വന്നിട്ട് നഡ്മഗിലാണ് തോൻ കേൾട്ട് കൊടുത്തിനാണ്. എന്ത് മാങ്ങയാണ് ഇതൊക്കെ. ഡിലോ, ഹിയർ വി ഗോ ഗൈസ്, ഇറ്റ്സ് ഡിലോ. ലെറ്റ്സ് ഗോ ഫിനിഷ്. ഗോൾ ഗൈസ്. ഡിലോ സീന് റണ്ണൊക്കെ ചെയ്യും ചെക്കൻ, ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അതാണ് കുഴപ്പം. ഓടി ഡെബ്രോയിന് കിട്ടൂടാ. കമോൺ ഡെബ്രോയിൻ. ഇതൊക്കെയാണ് എനിക്ക് പിടിക്കാത്തത്. ഓവർ ആക്ടിങ് പോലെ കാണും ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ ഡെബ്രോയിന, ഡിലോ, പാസ് റുമിനിക്, ലെറ്റ്സ് ഗോ. എന്നാണ് എത്ര സ്പീഡുണ്ട് അറിയോ, 97 എങ്ങാണ്ടാന്ന് ഞാൻ ഇട്ടത്. എക്സലറേഷനൊക്കെ നല്ലോണം ഉണ്ട്. ഒരു കാര്യമില്ലാത്ത പോലെ. ഓ പണി കിട്ടി. കേസ ടേൺ ചെയ്യല്ലേ. അവൻ ലെഫ്റ്റിനെ കൊണ്ട് തന്നെ ചെയ്തു പോയി മണ്ടൻ. ഉദ്ദേശിച്ചത് മറ്റേ കേളാണ്, ബ്ലിറ്റ്സ് കേളാണ്, പക്ഷെ റൈറ്റ് കൊണ്ട് ചെയ്യാണ്ട് ലെഫ്റ്റ് കൊണ്ട്. ഇവൻ അതിന് തന്നെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നിടാ. പിർലോ എടുക്കെടുക്ക്. ഏയ്ഷ്, എന്തെന്ന് ഇവർ കാണിക്കുന്നേ. തേങ്ങ. റൂമി, പ്ലീസ് ഡിലോ, ബാക്ക് ടു റൂമി. പക്ഷെ ആ ഒരു ടച്ചൊക്കെ കണ്ട ഭയങ്കര ഡിലേ ആയിട്ടുള്ള. എനിക്കൊന്നും ഒരു ചിന്തിക്കാൻ പോലും ടൈം കിട്ടുന്നില്ല. അതിന് മുമ്പേ അവൻ്റെ പ്ലേയേഴ്സ് അടുത്ത് എത്തുന്നുണ്ട്. അവിടെയാണ് എന്തോ ഒരു ഡിലേ ആയിട്ട് തോന്നി എനിക്ക്. ഞാൻ ഡിലോ എന്നാണ് നേരത്തെ പറഞ്ഞ ഡിലേക്ക് ഒരു ഡൗട്ട്. പ്ലീസ് മെസ്സി, ഹിയർ വി ഗോ. ഡെബ്രോയിന വൺ ടച്ച് പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഡെബ്രോയിന, പാസ് ടു റൂമി.
മെസ്സി ആൻഡിലോ. വാട്ട് ആ ഗോൾ ഗൈസ്. സെലിബ്രേഷൻ കിട്ടില്ല ഗോളായിരുന്നു ഡിലോൻ്റെ സെക്കൻഡ് ഗോൾ. എപ്പിക്കാർഡിലോ. മെസ്സിൻ്റെ പാസ്സാണ് വിളിച്ചത്. മെസ്സി അല്ല, റൊമീൻ്റെ പാസ്സാണ് വിളിച്ചത്. മെസ്സിക്ക് ഇട്ട് കൊടുത്താണ്ടായിരുന്നു. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഹെർവിഗോ 2-2. നല്ല കളിയാലോ, ടൈറ്റ് വെച്ച പോലെ. ചെക്കൻ്റെ സ്കോഡ് വെച്ചിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പോലും പറ്റാത്തതാണ്. പുള്ളിക്കാരൻ്റെ ഷോട്ട് കുറേ നിങ്ങൾ കണ്ടാണ്, വെറും വേസ്റ്റ് ഷോട്ട്സാണ്. അവിടെ നിന്ന് ഇവിടെയൊക്കെ വെറുതെ അടിച്ച് കളിക്കാം. അതിന് കേസൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തൊന്നുമില്ല. എന്നെ പോലൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിലും ബെറ്ററായിട്ട് ഞാൻ സ്കോഡിട്ട് യൂസ് ചെയ്യട്ടോ, വേറെ കാര്യം. മെസ്സി വെച്ചോ പ്ലീസ്. റോഡ്രി. ഇതൊക്കെ ഇവിടത്തേക്ക് ഓടുന്ന ആരാടെ തിരക്കൂട്ടി നിൽക്കുന്ന പോലെ അങ്ങോട്ടേക്ക് ഓടുന്നു. കടാടാ ആ ഒരു ടച്ച് കൈസ്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, അതാണ് സീൻ. എടാ പിന്നെ സ്പീഡ് കുറഞ്ഞ പോലെ തോന്നും എല്ലാ പ്ലേസിനും. ഈ ഒരു ചില പ്ലേസൊക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് കൊതിയാവും കൈസ്, സത്യം പറയില്ല. അങ്ങനെയൊന്നും എൻ്റെ ആരും ഓടത്തില്ല. കേസാ അയ്യോ വിർലോ ക്രോസാ. എൻ്റെ മോനെ അവർ ബൈസിക്കിൾക്കുകൾ കിക്ക് ഗോളിന് ബ്ലിറ്റ്സും ബൈസിക്കിളെല്ലാം ഒപ്പരായിട്ടാണ്. ബൈസിക്കിൾക്കുകൾ പോലും കേസാ ഡാടാടാടാടാ. അതിനെ മാത്രം ഇടല്ലേ. അവൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കണ്ട. ആ ഒരു ഡിലേ ആണ് പ്രാന്ത് പിടിക്കുന്നത്. എനിക്ക് ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് ചേഞ്ച് ആക്കി കിട്ടിയാൽ കുറച്ചെങ്കിലും ഒരു ചേഞ്ച്. കളി ശ്രദ്ധിക്കായിട്ടാ ഇച്ചാദിക്കാളോടത്. പോസ് അടിച്ചിട്ട് ഞാൻ പാസ് ഇട്ട് കഴിഞ്ഞല്ലോ. ലൗട്ടാരോ എംബാപ്പെ ഇടണോ? ഇടാൻ തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ലാവില്ല എന്ന് വിചാരിക്കാം. വിൽഷെയർ വേണ്ട. ഓമാണ് ഇടണോ? പിന്നെയുള്ള സ്ഥലമാണ്, പക്ഷെ ഇപ്പം ഇട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ സ്ഥലം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാനും അവനെ കളിക്കുന്ന പോലെ സ്ഥലം മാത്രം വെച്ച് കളിക്കും. ഇപ്പോൾ ഫുള്ള് മിസ്റ്റേക്സ് ആയിരിക്കും ഉണ്ടാവുക. ഡിഫൻസ് പൊട്ടും. പിന്നെ അറ്റാക്കിങ്ങിൽ പകുതിക്കുന്ന ബ്രേക്ക് ആകുമ്പോൾ കൗണ്ടർ അറ്റാക്ക് നല്ലോണം വരും. മൾഡീനി ടു വെക്കുമ്പോൾ മെസ്സി. ലെറ്റ്സ് ഗോ. കിലിയൻ എംബാപ്പെ ബാക്ക് ടു മെസ്സി. മെസ്സി ലോട്ടാരോ. എങ്ങനെയും അടിക്കണം ഗൈസ്, എങ്ങനെയെങ്കിലും അടിക്കണം ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വർത്താനം പറയുന്ന വെച്ചാൽ എനിക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല. പിള്ളോ ടു കേസാ. ഇടാ മണ്ടങ്ങളി കളിക്കല്ലേടാ മോനെ. ഈസി അർണോൾഡ്. ലെറ്റ്സ് ഗോ റോഡ്രി. ബാക്ക് ടു അർണോൾഡ് ആൻഡ് ടു എംബാപ്പെ. ലൗട്ടാരോ കിട്ടിലും. വെല്ലിംഗം. ലെറ്റ്സ് ഗോ. ഈ ഓഫ് സൈഡ് ആവും, കുഴപ്പമില്ല. അവൻ അടിച്ചളിഞ്ഞിട്ടുണ്ട്. ഓഫ് സൈഡ് ആയില്ല അല്ലേ? ബാക്ക് ടു എംബാപ്പെ. ഫിനിഷ്. ലെറ്റ്സ് ഗോ. അവന് സ്കോഡ് നോക്കടാ, എന്നിട്ട് അവന് കളിക്കാൻ അറിയാത്തതാണ്. എന്താണ് അറിയില്ല, പക്ഷെ ഇങ്ങനെ കളിക്കാൻ ഒരു ഏലില്ല. കളിച്ചോ. സൗണ്ട് ആക്കുന്നുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അപ്പുറത്ത് വെച്ചപ്പാടാക്കുന്നു. റോഡ്രി. മെസ്സി. എവിഗോ. എംബാപ്പെ ടു ലൗട്ടാരോ ടു ഡെബ്രോയിന. അല്ല റീസാണല്ലേ. നൈസ് പാസ്. ലൗട്ടാരോ. ടേൺ. ലെറ്റ്സ് ഗോ ലൗട്ടാരോ മാർട്ടീനസ്. വാട്ട് എ ഗോൾ. എന്താണ് ഡിപ്പിംഗ് ഗോളാ? അങ്ങനെ താഴെ അത് കണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരുമാതിരി താവല അങ്ങോട്ട്. ഓക്കെ, അപ്പം നമ്മൾ കളിച്ചിട്ടുണ്ട്. ഇനി സ്ഥല ടൈം വെച്ചിട്ടുണ്ട്. RMF ആക്കിയിരുന്നു. RMF RWF ഏതോ ഒന്നായി. RMF ആണെന്ന് തോന്നുന്നു. RMF ആണ്. WF മതി. RMF ഇട്ടിട്ട് കാര്യമില്ല. കളിക്കാനൊരു ഏലില്ല. ഗെയിമിംഗ് ചെയറും വലിയൊരു യൂട്യൂബറൊക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനല്ലേ. ഒരു കാസ്ട്രോ ലെവൽ വെറുതെ പറഞ്ഞാൽ ആവില്ലെന്നറിയാം. എന്നാലൊരു പകുതിയൊക്കെ നോക്കാം. ഹാലൻഡ് റൈറ്റ് സൈഡ്.
അല്ല, ഹാലൻഡ് ലെഫ്റ്റ് സൈഡ് എവിടെയിട്ട് റൈറ്റ് സൈഡ്. ഛേ, ലെഫ്റ്റ് സൈഡ് അല്ലേ? എന്തൊക്കെയാ പറയുന്നത്? സലാ കേൾ സീനാണ്. ബെലിംഗം എനിക്ക് അറിയാത്തോണ്ട് പറഞ്ഞാണ് വയസ്സ്. ഇനിയിപ്പം അവൻ വലിയ ആളാന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ പറ്റില്ലേ? എനിക്കറിയില്ല, തുറന്നു പറഞ്ഞല്ലോ. ചേടാ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ അവിടെ ആധാരാണ് 14 നമ്പർ 21 നമ്പർ വെക്കുമ്പോൾ യോ ന്യൂനസ് ഇറ്റ്സ് എ ഗോൾ. നോ, ഫസ്റ്റ് പോസ്റ്റിൽ അടിച്ച്. സെക്കൻഡ് പോസ്റ്റിൽ പവർ ഔട്ട് അടിച്ചാലും ഗോൾ വരുന്നുണ്ടാവും. ഞാനും അവിടെ ഫസ്റ്റ് പോസ്റ്റിലായിരിക്കും അടിക്കും, അത് വേറെ കാര്യം. കയ്യിൽ നിന്ന് വീണു പോകുന്നതാണ്. ഇതോടുകൂടി നാടകം അവസാനിക്കുന്നതായിരിക്കും. 94 Here we go. കളി വെച്ച് ഗൈസ് 4-2. അവിടെ സ്കോഡ് എന്നാലും ഇതൊക്കെ എങ്ങനെയാണോ? ചിലപ്പം ഡിവൈസ് നല്ലതായിരിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കളി വെച്ചിട്ടുണ്ട്. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് കൊണ്ട് നമുക്ക് 500 എത്തിക്കാനോ നോക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ബൈ.